ഉണ്ടാകട്ടെ. സങ്കീർത്തനങ്ങൾ 143 അധ്യായം 10 നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. സങ്കീർത്തനക്കാരൻ്റെ ഈ പ്രാർത്ഥനയെ നമുക്ക് 4 ഭാഗങ്ങളായി തിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിൽ ഒന്നാമത്തെ ഭാഗം 2 ശകലങ്ങളുള്ള ഒരു പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. രണ്ടാമത്തെ ഭാഗമോ ഒരു പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമാണ്. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. മൂന്നാമത്തെ ഭാഗം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ സൂചനയാണ് നൽകുന്നത്. നിന്റെ നല്ല ആത്മാവ്. 4-ാമത്തെ ഭാഗം സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥനയുടെ 2-ാം ശകലമാണ്. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ഇതിൽ ഒന്നാമത്തെ ഭാഗം നാം ശ്രദ്ധിച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടം അഥവാ ഗോഡ്സ് വിൽ എന്താണെന്നാണ് സങ്കീർത്തനക്കാരൻ അന്വേഷിക്കുന്നത്. നാം വചനം പരിശോധിക്കുമ്പോൾ ദൈവഹിതം നന്മയുള്ളതാണെന്നും പ്രസാദമുള്ളതാണെന്നും പൂർണ്ണതയുള്ളതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ദൈവഹിതത്തെയാണ് സങ്കീർത്തനക്കാരൻ ഈ വചനത്തിൽ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും അന്വേഷിക്കുന്നതും. 2-ാം ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തെ തൻ്റെ കർത്താവായി അദ്ദേഹം അംഗീകരിക്കുകയും അങ്ങനെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ്. എങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ അതിന് കഴിയുന്നത്? അത് നമുക്ക് 3-ാം ഭാഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നിന്റെ നല്ല ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് യേശുക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കാനും പ്രഖ്യാപിക്കുവാനും കഴിയുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിലെ ബലഹീനതകളും കുറവുകളും എല്ലാം തീർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്ത് പ്രാർത്ഥിക്കണമെന്ന് നാം അറിയുന്നില്ല എങ്കിലും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളിലൂടെ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ആത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഏറ്റവും ആവശ്യം. 4-ാമതായി നേർനിലത്തേക്ക് തന്നെ നയിക്കണമേ എന്നുള്ളതാണ് സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന. ഇത് നമുക്ക് വേണമെങ്കിൽ കഷ്ടതകളില്ലാത്ത, നഷ്ടങ്ങളില്ലാത്ത, വേദനകളൊന്നുമില്ലാത്ത ഒരു ജീവിതത്തെ സങ്കീർത്തനക്കാരൻ ആഗ്രഹിക്കുന്നു എന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ അതിലുപരിയായി ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാനുള്ള ഒരു ആഗ്രഹവും ദൈവത്തിന് പ്രസാദകരമാകുന്ന ഒരു ജീവിതം നയിക്കുവാനുള്ള വാഞ്ചയുമാണ് സങ്കീർത്തനക്കാരനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനായി പരിശുദ്ധാത്മാവിന്റെ സഹായമാണ് അദ്ദേഹം തേടുന്നത്. നമുക്കും സങ്കീർത്തനക്കാരൻ്റെ ഈ ചെറിയ പ്രാർത്ഥനയിലൂടെ നാം മനസ്സിലാക്കിയതുപോലെ ദൈവഹിതം എന്താണെന്ന് അന്വേഷിക്കുവാനും ദൈവത്തെ നമ്മുടെ കർത്താവായി പ്രഖ്യാപിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ സഹായം തേടുവാനും നല്ല നിലത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവം നയിക്കണമേ എന്ന് ആഗ്രഹിക്കുവാനും ശ്രമിക്കാം. ആമേൻ.